ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പ ഭക്തിയിലൂടെ, അയ്യപ്പ ദർശനത്തിലൂടെ നമുക്ക് എങ്ങനെ കണ്ടകശനി, അതുപോലെ ഏഴരശനി, ഈ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാം എന്നാണ്. അതായത് നമ്മുടെ ഉറച്ച അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശനി നമ്മളെ സ്പർശിക്കുക പോലും ഇല്ല. അതാണ് അയ്യപ്പ ഭക്തി. അതായത് അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ശബരിമലയിൽ പോകാൻ നോക്കുക. അതിന് പറ്റാത്തവർ വീട്ടിലായാലും ഈ 41 ദിവസം, അതായത് ഇപ്പം മണ്ഡലകാലമല്ലേ നടക്കുന്നത്, അപ്പം 41 ദിവസം ഒക്കുന്നവർ വ്രതം എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഒന്ന് ശനിയാഴ്ചയിലൊക്കെ പോവുക, നീരാഞ്ജനം നടത്തുക. അതായത് ശനിദേവനും അയ്യപ്പനുമായിട്ടൊരു കരാറുണ്ട്. അതായത് നമ്മളിൽ ശനി എത്ര എത്ര വലിയ കുഴപ്പങ്ങൾ, അതായത് ശനിദശയിലാണ് ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ നിന്ന് ചാടുന്നത്. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളിൽ നമുക്കപ്പോഴും പണത്തിനോടും ധനത്തിനോടും ഒക്കെ ഇങ്ങോട്ട് ഭ്രമം വരും. നമ്മളപ്പോൾ എപ്പോഴാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ചില ഇതിലൊക്കെ കൊണ്ടുവന്ന് അത് ഷെയർ മാർക്കറ്റ് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ക്യാഷൊക്കെ ലോസായി പോവും. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ വഴക്ക് പറയണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വായിന്ന് അറിയാതെ ഒരു വഴക്ക് പറയാനോ കളിയാക്കാനോ ഒക്കെ ഉള്ളൊരു തോന്നൽ വരും. അതുമൂലം മറ്റുള്ളവരുടെ ശത്രുത നമ്മളിൽ വരാനും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മളിൽ കടന്നു കൂടിക്കൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത ടെൻഷൻസ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചും എനിക്ക് ശനിദശയാണ്, ഞാനിനി എൻ്റെ ജീവിതം വളരെ കഷ്ടതയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അത് മണ്ഡലകാലം ഇപ്പോൾ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അതായത് ഉറപ്പായിട്ടും നിങ്ങൾ ഉറച്ച അയ്യപ്പ ഭക്തി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. അതായത് അതായത് അയ്യപ്പനും ശനിദേവനുമായിട്ടുള്ളൊരു കരാറാണ്. അയ്യപ്പൻ ശനിദേവനോട് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് 41 ദിവസം എന്നെ വ്രതം എടുത്തിട്ട് എന്നെ ദർശനം നടത്തുന്ന എൻ്റെ ഭക്തരെ ഒരിക്കൽ, അത് അങ്ങനെ ഒന്നല്ല, പിന്നെ എൻ്റെ ഭക്തരെ, എന്നെ ഭജിക്കുന്ന എൻ്റെ ഭക്തരെ ഒരിക്കലും ശല്യം ചെയ്യരുത്. അതായത് അവർക്ക് ദ്രോഹമുണ്ടാകുന്ന ഒന്നും, അവർക്ക് കുഴപ്പമുണ്ടാകുന്ന ഒന്നും ശനിദേവനിൽ നിന്നുണ്ടാകരുത്, ഉണ്ടാവില്ല എന്ന് ശനിദേവൻ അങ്ങോട്ട് വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവരുതെന്ന് അയ്യപ്പൻ ആവശ്യപ്പെട്ടപ്പോൾ അതുണ്ടാവില്ല എന്ന് ശനിദേവന് വാക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞ് അയ്യപ്പ ഭക്തിയിലൂടെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ശനിദോഷ നിവാരണം നടത്താൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും ശബരിമലയിൽ പോയില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലായാലും ഒരു അയ്യപ്പൻ്റെ ഒരു ഫോട്ടോയുടെ മുന്നിൽ എന്നൊരു വിളക്ക് കത്തിച്ച് വെക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒക്കുന്ന ശനിയാഴ്ചകളിലെല്ലാം വ്രതമായിട്ടിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം കറുപ്പ് കളറിലുള്ള ഡ്രസ്സ്, ജോലിക്കൊക്കെ പോകുന്നവരായാലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കറുപ്പ് കളറിലുള്ള ഡ്രസ്സ് ധരിക്കാൻ നോക്കുക. പ്രഭാതത്തിലേക്ക് കുളിച്ച് വന്ന് വിളക്കൊക്കെ കത്തിച്ച് അയ്യപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് അയ്യപ്പ ഭജനം നടത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥിക്കുക. അതായത് ഒന്നും വേണ്ട, നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥന, അതായത് അയ്യപ്പ ഹരി, അയ്യപ്പ പാഹിമാം, അങ്ങനെ നമുക്ക് അയ്യപ്പനെ പ്രാർത്ഥിക്കാം. പിന്നെ ചില ആളുകളുണ്ട് ശബരിമലയിലെ പടി, അതായത് 1-ാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ, അങ്ങനെ ഓരോ പടിയെ സ്വാമി പൊന്നയ്യപ്പ, അയ്യനി പൊന്നയ്യപ്പ, അങ്ങനെ ആ പടികളെ, അങ്ങനെ 18 പടിയെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ അയ്യപ്പൻ്റെ നാമം ചൊല്ലാം. പിന്നെ കാത്തരുളേണം ഭഗവാനെ എന്നുള്ള ആ ഒരു നാമം ചൊല്ലാം. അങ്ങനെ കുറേ നാമങ്ങളുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ഏതെങ്കിലും ഒന്നും അറിയത്തില്ല, എൻ്റെ അയ്യപ്പ എന്നെ രക്ഷിക്കണേ, സ്വാമിയെ ശരണം അയ്യപ്പോ എന്നൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ അയ്യപ്പൻ ശബരിമലയിലിരുന്നാൽ എവിടെ ആ അയ്യപ്പ ചൈതന്യം നമ്മളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്യാൻ നോക്കുക. അപ്പം ശനിദോഷം, കണ്ടകശനി, എനിക്ക് ഏഴരശനിയാണ്, കണ്ടകശനിയാണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരു ആ ചേഞ്ച് എന്താണെന്ന്. അതുപോലെ നിങ്ങൾ ആ ഒരു വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ശനിദോഷമൊക്കെ നിങ്ങളെ വിട്ടുമാറും. അതുപോലെ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉയർന്ന പോസ്റ്റിൽ നല്ല പോസ്റ്റിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയായിരിക്കും. ജോലിയിൽ നിന്ന് കിട്ടാതെ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ ഈ ടൈമിൽ. ആകെ നിരാശയായിട്ട് നമുക്ക് പറയാമല്ലോ, ഒരു ഇരുട്ട് റൂമിൽ അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കൊന്നും ജോലി കിട്ടുന്നില്ല, അല്ല നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല, നമ്മളെ എല്ലാവരും ഹെർട്ട് ചെയ്യാണ്, വെറുക്കുകയാണ്, അങ്ങനെയൊക്കെ ഓരോ വിചാരങ്ങൾ നമ്മളിൽ വന്ന് അലട്ടും. അപ്പോൾ ആ നെഗറ്റീവ്സിനെ എല്ലാം ദൂരെ പോയി നമ്മൾ അയ്യപ്പൻ രക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യപ്പനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം വെജ് മാത്രം കഴിക്കാൻ നോക്കുക. അതുപോലെ കാക്കയ്ക്ക് നമ്മൾ ഫസ്റ്റിലെ ചോറ് വെച്ചിട്ട് അതിൽ ഫസ്റ്റിലെ കോരി കാക്കയ്ക്ക് ഒരല്പം വെക്കുക. അതിനൊക്കെ ശനിദോഷം, അതായത് രോഗദുരിതങ്ങളൊക്കെ കൊണ്ടുപോയി ചിലർക്ക് രോഗദുരിതങ്ങളായിരിക്കും ശനിദശയിലുണ്ടാകുക. അപ്പോൾ അതിനൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അന്നദാനം ഒക്കുന്നവരൊക്കെ അന്നദാനം നടത്തുക, പാവങ്ങളെ സഹായിക്കുക, തീരെ നിവൃത്തിയില്ലാത്തവരെ നമ്മളാ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന പക്ഷിമൃഗാദികൾക്ക് ഒക്കെ അന്നവും പിന്നെ വെള്ളമൊക്കെ കൊടുക്കുക. അതായത് നീതിമാനാണ് ശനിദേവൻ. നീതി ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നീതി ചെയ്യുമ്പോൾ നമുക്ക് ശനിദേവൻ്റെ അനുഗ്രഹം വരും, അയ്യപ്പൻ്റെ അനുഗ്രഹം വരും. അപ്പോൾ സർവ്വദോഷങ്ങളും നമ്മളിൽ നിന്ന് മാറി സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അയ്യപ്പൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു.